നമ്മുടെ വീട്ടിൽ മുമ്പുണ്ടായിരുന്നൊരു പട്ടിക്കൂടാണ്. മുമ്പൊരു ലാബ്രഡോർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് തന്നെ ഒരു കോഴിക്കൂടാക്കി. കോഴിക്കോട് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വയ്യ നമ്മൾ ഒരു കാടക്കൂടും ഉണ്ടാക്കി, ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ കോഴിയായി, കാടയായി, ഇപ്പോൾ ഇഷ്ടംപോലെ മുട്ടയായി. ഇങ്ങനെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഒരു ചെറിയ പട്ടിക്കൂടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മുട്ടകൾ ഇഷ്ടംപോലെ വാരി വാരി എടുക്കാം. അപ്പോൾ ചെറിയ പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും വളർത്താം. ഇത് PVC കൊണ്ട് സിമ്പിളായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിലൊരു ചെറിയ കേജ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കി. കാരണം കാടനെ ഒരു മുട്ട താഴെ പോയി. കാടനെ നമുക്ക് കൂട്ടി തന്നെ വളർത്തണം, അതിന് തുറന്നിടാൻ പറ്റില്ല. കോഴീനെയാണെങ്കിൽ തുറന്നും വിടണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അന്ന് അക്വാപോണിക്സിൽ നട്ട തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് തൈകളൊക്കെ നമുക്ക് ഡാമേജ് വന്നു. കാരണം കുത്തി വീഴണം മഴയായതുകൊണ്ട് ഈ തൈയൊക്കെ പോകും. പിന്നെ അതുപോലെയുള്ള വിരലിലുണ്ടാവുന്ന ഇപ്പോൾ ഇവിടെയുള്ളൊരു തൈ പോയി. അത് ഈ മഴ കുത്തി വീഴുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. അതിലും 1-2 പോയി, അതിലും 2 പോയി, അതിലൊരെണ്ണം പോയി, അതിലും ഒരെണ്ണം പോയി. പിന്നെ നമ്മുടെ തേനീച്ച കൂട്ടിലിരിക്കുന്ന തേനീച്ചകളൊക്കെ പുറത്തിങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഇവർ കൂട് മാറിപ്പോവാനായിട്ടാണ്. പക്ഷേ ഇത് കൂട് മാറിപ്പോവാനായിട്ടല്ല. നമ്മളിതിൻ്റെ വലിയൊരു കൂടായിരുന്നു. വലിയൊരു കൂടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഹണി ചേമ്പർ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 ഹണി ചേമ്പറിനെ നമ്മൾ ഒഴിവാക്കി ഇവരെ പുതിയ കൂട്ടിലേക്ക് മാറ്റി. കാരണം മഴക്കാലമായതുകൊണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെപ്പോഴും കൂട് ചെറുതാക്കുന്നത് നല്ലത്. അപ്പോൾ ഇവർ എണ്ണസംഖ്യ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ ബാക്കി ഇരിക്കാൻ പറ്റാത്തവർ പുറത്ത് വന്നിരിക്കുക.